അപ്പൊ ഇതിനൊക്കെയുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ വയലന്റ് ആവുക അല്ലെ, അതന്നെ അതിന്റെ ഒരു ശരിയാവുക. വയലന്റ് ആയിക്കാണ് അടിച്ച് പൊളിക്കുക, കണ്ണും ബോറും പല്ലും എല്ലാം കൂടി പൂട്ടിയാണ്ട് അടിച്ചാണ്. ഇതെന്താ സംഭവം എന്ന് പറയാം. ഇപ്പൊ ഒരു പോലീസുകാരൻ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാലോ, പണ്ട് ഈ അവർണന്മാരായിട്ട് അല്ലെങ്കിൽ ഓരോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കുറെ എന്താ പറയുക കളറും അതല്ലെങ്കിൽ അധികം ഒരു പ്രത്യേക തരം പദവികളും അല്ലെങ്കിൽ കുറച്ച് ജാതി വ്യവസ്ഥകളൊക്കെ മേലില്ലാത്ത കുറച്ച് ടീംസിനൊക്കെ പണ്ട് കാലത്ത് കണ്ടത്തിൽ കൂടി പോലും നടക്കാൻ പറ്റാത്തൊരു സമയം. അല്ലെങ്കിൽ അവരെന്താ പറയുക, ഒരു ഭാഗത്ത് അവരെ കാഷ്ടിക്കാനോ അല്ലെങ്കിൽ അവരുടെ സമാധാനത്തിലും സ്വൈര്യത്തിലും ഒരു ഭാഗത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യവസ്ഥ രീതിയിലുള്ള കുറെ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ മുമ്പുണ്ടായിനി. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പം ഇല്ല എന്നല്ല അതിൻ്റെ മനസ്സിൽ വലിയ വലിയ സവർണ തമ്പുരാക്കന്മാരായിട്ടൊക്കെ ജീവിക്കുന്ന കുറെ ആളുകൾ ഇന്നുണ്ട്. അതുപോലുള്ളൊരു പോലീസുകാരനാണ് ഇത്. അപ്പൊ ഇതിനെന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് പോലീസുകാർ പ്രകോപിതനായത് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ സന്തോഷാണ് ഈ പരാക്രമം കാണിച്ചെന്നാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് ദൃശ്യമാധ്യമം ഒന്ന് കാണാം. കണ്ണൂർ തളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലാണ് സംഭവം. ഇടിച്ചപ്പം ബോണറ്റിന്റെ മുകളിൽ വീണപ്പം പിടുത്തം കിട്ടിയത് ബോണറ്റിന്റെ അകത്തുള്ള ഗ്യാപ്പ് ഗ്രിപ്പ് എടുത്ത് അതിൽ പിടിച്ചങ്ങ് പോയി. കാറ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കാർ എന്റെ മേത്ത് കയറും, ഞാൻ മരണപ്പെടും. അതിലും നല്ലത് എങ്ങനെയും പിടിച്ചിരിക്കുക എന്നുള്ളത്. എടുത്തങ്ങോട്ട് കൊണ്ടുപോയി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ടൂൾ അടിച്ചിട്ട് അതിന്റെ പൈസ ചോദിച്ചതാണ്. ആ പൈസ ചോദിക്കാൻ പാടില്ല. വലിയ വലിയ ഈ മറ്റേ ഒരു തരത്തിൽപ്പെട്ടുള്ള വലിയ ആളുകളൊക്കെ ആകുമ്പോൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു കുറച്ചിലുണ്ടാക്കും. പാവപ്പെട്ട സാധു ചേട്ടന് അയാളെ ബാധിക്കുന്ന കേസായിരിക്കും. ചിലപ്പം പൈസ കൊടുത്തില്ലെങ്കിൽ വൈകുന്നേരം അയാൾ കണക്കിന് എടുത്ത് കൊടുക്കേണ്ടി വരും. ആ രീതിയിലുള്ളൊക്കെ ആയിരിക്കും. അപ്പം ചേട്ടൻ ഇതിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചേട്ടൻ വണ്ടിന്റെ മുമ്പിൽ കയറി എടുക്കണ കാണണം. വണ്ടി ആ റോട്ടിൽ വന്ന് പെട്രോൾ പമ്പിൽ നിന്ന് നേരെ എടുക്കുക. അതിനെ ഇടയ്ക്ക് ഒരു ഒമനിയമാരിൽ ഒരു കാറ് വരുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ലേ എനിക്ക്. അത് കഴിഞ്ഞ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് തിരിച്ച് അതുപോലെ തന്നെ ചെയ്യണം. ഇതിനിങ്ങനെ ചേട്ടാ അങ്ങനെ പിടിച്ചിങ്ങനെ ആ റോഡിൽ ഇങ്ങനെ നിന്ന് ബ്ലോക്ക് ഇടണം. ആദ്യം ബ്ലോക്ക് ഇടേണ്ടി വരും. അല്ലാതെ ഫസ്റ്റ് തന്നെ ഒരാൾക്ക് പോയിട്ട് വയലന്റ് ആവാനൊന്നും പറ്റൂലല്ലോ. ഫസ്റ്റ് തന്നെ പോയി വയലന്റ് ആയിട്ട് മറ്റേ അവിടെ കൈ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് കാറിന്റെ ഗ്ലാസും ചേട്ടൻ്റെ ആ പോലീസുകാരൻ്റെ തലയൊക്കെ അടിച്ച് പൊളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഫസ്റ്റ് ചേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം പൈസ ചോദിച്ച് തരൂലെന്ന് പറഞ്ഞ് പിന്നെ വണ്ടീൻ്റെ മുമ്പ് പോയി ബ്ലോക്ക്. അതാണ് ചെയ്യേണ്ടത്. അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ശേഷം എന്താ പറഞ്ഞത്, ചേട്ടൻ ആ രീതിയിൽ തന്നെ നിന്ന് ഇനിയിപ്പൊ എന്റെ മേലെ കൂടി കയറ്റാനും വേണ്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ചേട്ടൻ നിന്ന് പോലീസുകാരെ വണ്ടി എടുത്തിട്ട് പോയി. അപ്പൊ ഇതിനൊക്കെയുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ വയലന്റ് ആവുക അല്ലെ, അതന്നെ അതിന്റെ ഒരു ശരിയാവുക. വയലന്റ് ആയിക്കാണ് അടിച്ച് പൊളിക്കുക, കണ്ണും ബോറും പല്ലും എല്ലാം കൂടി പൂട്ടിയാണ്ട് അടിച്ചാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകള് ഇപ്പം പോലീസുകാരനാണ് ഇയാൾക്കൊക്കെ എന്തും ചെയ്യാൻ മതി. ഇത് ലെവലിലേക്ക് വേണമെങ്കിൽ ആക്കാന്നൊക്കെ രീതി എന്തെങ്കിലും. ഇപ്പം എന്നോടത്തൊന്നും ആരും ചോദിക്കില്ല, ഞാൻ ഭയങ്കര ആളാണ്, എന്റെ കയ്യിലാണ് അധികാരം, ഏത് ഉറുമ്പിന്റെ അധികാരം എന്നൊക്കെ ചിന്തിക്കുന്ന ഈ തരത്തിലുള്ള പോലീസുകാരനൊക്കെ തന്നെ ആണോ കേരളത്തിൽ ഇപ്പൊ ആവശ്യം? ഇത് കേരളം തന്നെ ആണോ എന്നുള്ളത് കൂടി ചിന്തിച്ചു നോക്കണ്ടേ. നമ്മളിപ്പോ കേരളത്തിൽ പൊതുവെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇത്ര വലിയൊരു അതിക്രമം ചെയ്യുന്ന സാധനമൊന്നും കണ്ടിട്ടില്ല. പോലീസുകാർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തതേ കണ്ടിട്ടുള്ളൂ. ഇത് മറ്റേ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ UP-യിലും മറ്റേ ഡൽഹിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള പോലീസുകാരാണ് ഇത്. അല്ലാതെ എന്ത് പറയാനാ.